ഹായ് ഡിയർ നഴ്സസ്. അപ്പോൾ അഡൽട്ട് നഴ്സ് CBT കുട്ടികൾക്കായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നൊരു CBT എക്സാം ഉണ്ടായിരുന്നു, അതിൻ്റെ ഓവർവ്യൂ ആണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നടന്ന എക്സാമിൽ ന്യൂമറസിയിൽ ഓൾറെഡി ഞാൻ പറഞ്ഞ 6 ടൈപ്പ് ക്വസ്റ്റ്യൻ നിന്നാണ് അവർക്ക് ന്യൂമറസി ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതായത് ഫസ്റ്റ് അവർക്ക് വന്നത് ഒരു പിക്ചർ റെപ്രസെൻറ്റേഷൻ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. രണ്ടാമത് അവർക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ മെട്രിക് കൺവേർഷനാണ്, അതായത് കൺവേർട്ട് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ml to ലിറ്റർ കൺവേർഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. മൂന്നാമത് അവർക്ക് ചോദിച്ചത് ക്യാപ്സ്യൂളിൻ്റെ നമ്പർ ചോദിച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, എത്ര ക്യാപ്സ്യൂൾ കൊടുക്കണം എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ നാലാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വോളിയം ചോദിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ വന്നത് ഇൻഫ്യൂഷൻ റേറ്റ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് അവർ ചോദിച്ചത് നമ്മളെടുത്ത് ഇൻടേക്ക് ഔട്ട്പുട്ട് കണ്ടുപിടിച്ചിട്ട് ബാലൻസ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ബാലൻസ് ആണെന്ന് കണ്ടുപിടിക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 6 ടൈപ്പ് ക്വസ്റ്റ്യൻ എന്നാണ് അവർക്ക് വന്നിട്ടുള്ളൂ. പിക്ചർ റെപ്രസെൻറ്റേഷൻ്റെ അകത്തുനിന്ന് 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ടാബ്ലറ്റും അതുപോലെ തന്നെ കൺവേർഷൻ ടൈപ്പിൻ്റെ അകത്തും 2 ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വോളിയം ടൈപ്പിൻ്റെ അകത്തുനിന്ന് 3 ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഡയറക്റ്റ് വോളിയം ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ, പിന്നെ പേഷ്യൻ്റെ വെയിറ്റ് തന്നിട്ട് വോളിയം കണ്ടുപിടിക്കാനായിട്ട്, പിന്നെ വന്നത് ഒരു കൺവേർഷൻ ടൈപ്പ് ചോദിച്ചിട്ട് അതിൻ്റെ അകത്തുനിന്ന് വോളിയം എത്ര അഡ്മിനിസ്റ്റർ ചെയ്യണമെന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ നമ്മൾ ഇൻഫ്യൂഷൻ റേറ്റും IO ചാർട്ടും, ഇത്രയാണ് അവർക്ക് ന്യൂമറസിയിൽ ഇന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ക്ലിനിക്കൽ പാർട്ടിൻ്റെ അകത്ത് അവർക്ക് നമ്മുടെ ഡൊമൈൻസിൻ്റെ അകത്തുനിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഉണ്ടായിരുന്നത്. NMC കോഡ് റിലേറ്റഡ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതേതൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്ന് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നീട് അവർക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിസർച്ചിൻ്റെ അകത്തുനിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ റിസർച്ചിൻ്റെ ടൈപ്സൊക്കെ ഏതൊക്കെയാണെന്ന് നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ റിസർച്ചിൻ്റെ അകത്ത് നിന്ന് ഇപ്പോൾ റീസെൻ്റായിട്ട് NMCൻ്റെ അകത്ത് ക്വസ്റ്റ്യൻസ്, അതായത് CBT എക്സാമിൻ്റെ അകത്ത് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ റിസർച്ച് ടൈപ്സ് പഠിക്കാതെ നിങ്ങൾ പോകരുത് എക്സാമിന്, അതിൻ്റെ അകത്തുനിന്ന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. അതായത് NMC കോഡ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ന്യൂസ് സ്കോറിങ്ങിനെ കുറിച്ചിട്ട്, അതായത് നാഷണൽ ഏർലി വാർണിംഗ് സ്കോറിൻ്റെ അകത്തുനിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. മസ്റ്റിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ നമ്മുടെ പ്രഷർ അൾസറിൻ്റെ കാറ്റഗറി ഡ്രസ്സിങ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് അവർക്ക് ഡിഫിക്കൽട്ടായിട്ട് കുറച്ച് തോന്നിയ പാർട്ട് എന്ന് പറയുന്നത് റിസർച്ചിൻ്റെ അകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വന്നപ്പോഴാണ്. അത് നിങ്ങൾ റിസർച്ചിൻ്റെ ടൈപ്സും കൂടെ എന്തായാലും വായിച്ചിട്ട് പോകണം കേട്ടോ. അപ്പോൾ ഇന്ന് നടന്ന എക്സാമിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത് ഇത്രയാണ് കേട്ടോ. അപ്പോൾ മൊത്തം ഡൊമൈൻസ് പഠിക്കുക, അതോടൊപ്പം തന്നെ നിങ്ങൾ റിസർച്ചിൻ്റെ കാറ്റഗറീസ് ടൈപ്സും കൂടെ ഒന്ന് പഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നടന്ന ക്വസ്റ്റ്യൻ്റെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.